നമസ്കാരം. ബ്രിട്ടീഷ് ജൂതന്മാരിൽ മൂന്നിലൊന്ന് പേരും യു കെയിൽ തങ്ങൾക്ക് ഒരു ഭാവിയുണ്ടെന്ന് കരുതുന്നില്ലെന്ന ഒരു സർവേ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഇവരിൽ പകുതി പേർ അടുത്തിടെ രാജ്യം വിടുന്നതിനെ കുറിച്ച് ആലോചിച്ചുവെന്നും ഈ സർവേ റിപ്പോർട്ടിൽ പറയുന്നു. ക്യാമ്പയിൻ അഗെയിൻസ്റ്റ് ആന്റിസെമിറ്റിസം അഥവാ CAA എന്ന ഒരു NGOക്ക് വേണ്ടി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ജൂയിഷ് പോളിസി റിസർച്ച് എന്ന ഗവേഷണ സ്ഥാപനം നടത്തിയ സർവേയുടെ റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങളുള്ളത്. ബ്രിട്ടനും അധികാരികളും ജൂത സമൂഹത്തെ പരാജയപ്പെടുത്തുകയാണെന്നതാണ് സത്യം. ഈ കണക്കുകൾ ബ്രിട്ടീഷ് ജൂതന്മാരുടെ ജീവിതത്തെയും ഒപ്പം അവരുടെ ഭാവിയെക്കുറിച്ചുള്ള ഒരു ആശങ്കയെക്കുറിച്ചൊക്കെയുള്ള ഭയാനകമായ ചിത്രവും കാണിക്കുന്നു എന്നാണ് സർവേ പുറത്തുവിട്ടുകൊണ്ട് CAA അഭിപ്രായപ്പെട്ടത്. കഴിഞ്ഞ ജൂൺ മാസത്തിൽ 4078 ബ്രിട്ടീഷ് ജൂതന്മാരിലാണ് ഈ സർവേ നടത്തിയത്. പ്രതികരിച്ചവരിൽ 50% പേരും ബ്രിട്ടനിൽ വ്യാപകമാകുന്ന ജൂതവിരുദ്ധത കാരണം രാജ്യം വിടാൻ ആലോചിച്ചിരുന്നുവെന്നാണ് പ്രതികരിച്ചിരിക്കുന്നത്. സർവേയിൽ പങ്കെടുത്തവരിൽ പ്രായം കുറഞ്ഞവരാണ് കൂടുതലായും ഇത്തരത്തിൽ രാജ്യം വിടാനുള്ള താല്പര്യം കാണിച്ചത്. 18 മുതൽ 24 വയസ്സ് വരെ പ്രായമുള്ളവരിൽ 67% പേരും 25-45 വയസ്സ് പ്രായമുള്ളവരിൽ 63% പേരും ഇത്തരത്തിലാണ് ആലോചിക്കുന്നത്. ജൂതവിരുദ്ധത കാരണം UK ജൂത പെൻഷൻകാരിൽ 30% പേർ രാജ്യം വിടാൻ ആലോചിച്ചിരുന്നു. ഓർത്തഡോക്സ് ഹരേതി ജൂതന്മാരും രാജ്യം വിടാൻ കൂടുതൽ സാധ്യതയുണ്ട് എന്ന തരത്തിലാണ് പ്രതികരിച്ചിരിക്കുന്നത്. മറ്റു ഗ്രൂപ്പുകൾ ഈ ചോദ്യത്തോട് പ്രതികരിച്ചത് 45-50% സാധ്യത എന്ന നിലയിലാണ്. ബ്രിട്ടീഷ് ജൂതന്മാരിൽ പകുതിയിലധികം പേരും പബ്ലിക്കിലേക്ക് ഇറങ്ങുമ്പോൾ ജൂതമതത്തിന്റെ സിംബലുകളൊക്കെ ഭയം കാരണം മറച്ചു വെക്കുകയാണത്രേ. ഉദാഹരണത്തിന് ഈ ഡേവിഡിന്റെ നക്ഷത്രം അല്ലെങ്കിൽ കിപ്പ പോലുള്ള മതചിഹ്നങ്ങളൊക്കെ ഭൂരിപക്ഷം പേരും ഭയത്താൽ മറച്ചു വെക്കുകയാണെന്നാണ് സർവേയിൽ പറഞ്ഞിരിക്കുന്നത്. സർവേയിൽ പങ്കെടുത്തവരിൽ 58% പേരും ജൂതസത്വത്തിന്റെ അടയാളങ്ങൾ മറച്ചു വെക്കുകയാണ് എന്ന് പ്രതികരിച്ചിട്ടുണ്ട്. എന്നാൽ 22% പേർ അങ്ങനെ ചെയ്യുന്നില്ലെന്നും പ്രതികരിച്ചിട്ടുണ്ട്. ഏകദേശം 70% പേർ അവരുടെ ജൂത ഐഡന്റിറ്റി മറച്ചു വെച്ചാണ് ജീവിക്കുന്നത്. UK വിടാൻ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിച്ച 2 ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചപ്പോൾ പങ്കെടുത്തവരിൽ 76% പേരും പറഞ്ഞത് ഇസ്രായേലിൽ നടന്ന ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം UK വർദ്ധിച്ചു വരുന്ന ജൂതവിരുദ്ധതയാണെന്നാണ്. പ്രതികരിച്ചവരിൽ 39% പേർ സമൂഹത്തിൽ ജൂതന്മാരോടുള്ള ഒരു പൊതു മുൻവിധിയും 38% പേർ രാഷ്ട്രീയ പാർട്ടികളിലെ ജൂതവിരുദ്ധതയും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ജൂതവിരുദ്ധത കാരണം നിരവധി ജൂതന്മാർ UK വിടാൻ ആലോചിച്ചിരുന്നെങ്കിലും പ്രതികരിച്ചവരിൽ 34% പേർ ഇപ്പോഴും ജൂതന്മാർക്ക് രാജ്യത്തൊരു ഭാവിയുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. എന്നിരുന്നാലും ജൂതന്മാർക്ക് UK ഒരു നല്ല ഭാവിയുണ്ടെന്ന് വിശ്വസിക്കാത്തത് 37% പേരാണ്. കൂടാതെ 29% പേർ രാജ്യത്ത് ജൂതർക്ക് നല്ല ഒരു ഭാവിയുണ്ടോ എന്ന ചോദ്യത്തോട് യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്തിട്ടില്ല. ജൂതന്മാരുടെ വ്യക്തിപരവും സാമൂഹികവുമായ ഭാവിയെക്കുറിച്ച് ഒരു അനിശ്ചിതത്വമുണ്ടെങ്കിലും ഒരു ജൂതൻ എന്ന നിലയിൽ പ്രതികരിച്ച പലരും UK നല്ല രീതിയിൽ വെൽക്കം ചെയ്യപ്പെടുന്നുവെന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പങ്കെടുത്തവരിൽ 43% പേർക്ക് UK ജൂതർ നല്ല രീതിയിൽ വെൽക്കം ചെയ്യപ്പെടുന്നു എന്ന അഭിപ്രായമുണ്ട്. അതേസമയം 34% പേർക്ക് ഇക്കാര്യത്തിൽ അനിശ്ചിതത്വമാണുള്ളത്. ബ്രിട്ടീഷ് ജൂതന്മാരിൽ പകുതിയിൽ താഴെ പേർക്ക് മാത്രമേ UK ആശ്വാസം തോന്നുന്നുള്ളൂ. ജൂതവിരുദ്ധത നമ്മുടെ രാജ്യത്തിന്റെ വലിയ നാണക്കേടായി മാറിയിരിക്കുന്നു എന്നാണ് ഈ ക്യാമ്പയിൻ അഗെയിൻസ്റ്റ് ആന്റിസെമിറ്റിസം അഥവാ ഈ CAA എന്ന NGOയുടെ ഒരു വക്താവ് പ്രസ്താവനയിൽ പറഞ്ഞത്. മറ്റ് പ്രത്യയശാസ്ത്ര ഗ്രൂപ്പുകളിൽ നിന്നുള്ള റാഡിക്കലിസത്തെക്കാൾ ഇസ്ലാമിസ്റ്റ് തീവ്രവാദത്തെക്കുറിച്ചാണ് ബ്രിട്ടീഷ് ജൂതന്മാർ ആശങ്കാകുലരാകുന്നത്. വളരെ ഗുരുതരമായ ഭീഷണിയായി സർവേയിൽ 76% പേർ ഇസ്ലാമിനെയാണ് കാണുന്നത്. 19% പേർ ഇസ്ലാമിനെ മിതമായ ഭീഷണിയായും കാണുന്നു. കൂടാതെ സർവേയിൽ പങ്കെടുത്തവരിൽ 60% പേരും തീവ്ര ഇടതുപക്ഷത്തെ വളരെ ഗുരുതരമായ ഭീഷണിയായും തീവ്ര വലതുപക്ഷത്തെ 26% പേർ ഗുരുതര ഭീഷണിയായും കാണുന്നു. എന്നാൽ 41% പേർ റാഡിക്കൽ രാഷ്ട്രീയ വിഭാഗത്തെ മിതമായ ഭീഷണിയായി മാത്രമാണ് കാണുന്നത്. ബ്രിട്ടീഷ് ജൂതന്മാർ ഇടതുപക്ഷത്തെക്കാൾ കൂടുതൽ അനുകൂലിക്കുന്നത് ബ്രിട്ടീഷ് വലതുപക്ഷത്തെയാണ്. ഇസ്രായേലിലെ ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം ജൂതനിവാസികളോടുള്ള ലണ്ടൻ മേയർ സാദിഖ് ഖാന്റെ ഒരു പെരുമാറ്റത്തിൽ ബ്രിട്ടീഷ് ജൂതന്മാർ തൃപ്തരല്ല. സർവേയിൽ 85% പേർ ഖാനെതിരെ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. മാഞ്ചസ്റ്റർ മേയർ ആൻഡി ബേൺഹാമിനെ എതിർത്തത് 33% പേരാണ്. 55% പേർ ബേൺഹാമിൽ തൃപ്തരാണോ അല്ലയോ എന്ന ചോദ്യത്തിന് തങ്ങൾക്ക് അറിയില്ല എന്നാണ് മറുപടി നൽകിയിരിക്കുന്നത്.
ജൂതന്മാരെ സംരക്ഷിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ വേണ്ടത്ര കാര്യങ്ങൾ ചെയ്യുന്നില്ലെന്നാണ് സർവേയിൽ പങ്കെടുത്തവർ പൊതുവെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ബ്രിട്ടീഷ് ജൂതന്മാരെ സംരക്ഷിക്കാൻ രാഷ്ട്രീയക്കാർ വേണ്ടത്ര കാര്യങ്ങൾ ചെയ്തില്ലെന്ന് 82% പേരും സർക്കാർ വേണ്ടത്ര കാര്യങ്ങൾ ചെയ്യുന്നില്ലെന്ന് 77% പേരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ബ്രിട്ടീഷ് ജൂതന്മാർ UK പോലീസിൽ കടുത്ത അവിശ്വാസവും അതൃപ്തിയുമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ജൂതന്മാരെ സംരക്ഷിക്കാൻ പോലീസ് വേണ്ടത്ര കാര്യങ്ങൾ ചെയ്തില്ലെന്ന് സർവേയിൽ പങ്കെടുത്തവരിൽ 80% പേരും പറയുന്നു. സർവേയിൽ പങ്കെടുത്തവരിൽ 3/4 തങ്ങളുടെ നഗരങ്ങളിൽ നടന്ന ഇസ്രായേൽ വിരുദ്ധ മാർച്ചുകളെ പ്രാദേശിക പോലീസ് സേനകൾ കൈകാര്യം ചെയ്ത രീതിയിൽ ഒട്ടും തൃപ്തരല്ല. മെട്രോപൊളിറ്റൻ പോലീസ് സർവീസ് കമ്മീഷണർ സർ മാർക്ക് റൌളിയിൽ ഭൂരിപക്ഷം പേരും അവിശ്വാസം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 60% പേർക്കും റൌളി ആ സ്ഥാനത്ത് തുടരരുതെന്ന അഭിപ്രായമാണുള്ളത്. സർവേ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളും ചർച്ചകളുമെല്ലാം ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും വംശ, ഗോത്ര, ദേശ, രാഷ്ട്രീയ വേർതിരിവുകളില്ലാതെ മനുഷ്യരെല്ലാം ഭീതിയില്ലാതെ, യുദ്ധങ്ങളില്ലാതെ ജീവിക്കുന്ന ഒരു കാലമുണ്ടാവട്ടെ എന്ന് പ്രത്യാശിക്കാം. മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ സംബന്ധിച്ച നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വാർത്താ നെക്സ്റ്റിന്റെ എല്ലാ വീഡിയോയും മറക്കാതെ കാണാൻ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ.